എറണാകുളം കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ഒരു നാടിനാകെ ഭീഷണിയായി കരിങ്കൽ ക്വാറി. പാലിശ്ശേരി കോട്ടത്തണ്ട് മലയിൽ തുടങ്ങാനിരിക്കുന്ന ക്വാറി ബാധിക്കുക 100ഏറെ കുടുംബങ്ങളെയും സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങളെയുമാണ്. കരിങ്കൽ ക്വാറിക്ക് ലൈസൻസ് അനുവദിച്ചതിനെതിരെ ജനകീയ സമിതി രൂപീകരിച്ച് പ്രദേശവാസികൾ സമരരംഗത്ത് വന്നു. കറുകുറ്റി പഞ്ചായത്തിലെ പാലിശ്ശേരിയിൽ ഏതാണ്ട് 100ലേറെ കുടുംബങ്ങളുടെ തലയ്ക്കു മുകളിൽ വലിയ ഒരു അത്യാപത്തുണ്ട്. മുന്നും പിന്നും നോക്കാതെ കറുകുറ്റി പഞ്ചായത്ത് ആ അത്യാപത്തിന് യെസ് മൂളിയിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ കാണാം. കറുകുറ്റി 8ാം വാർഡിൽ പാലിശ്ശേരിക്കും അമ്പലത്തുരുത്ത് പ്രദേശത്തിനും ഇടയിലാണ് കോട്ടത്തണ്ടുമല. ഇവിടെയാണ് ഒരു നാടിനെ ഒന്നാകെ ഭീതിയിലാഴ്ത്തി കരിങ്കൽ ക്വാറി വരുന്നത്. ഭീമാകാരമായ ഉരുളൻ കല്ലുകളും ഇളക്കം തട്ടിയ മണ്ണുമുള്ള ചരിഞ്ഞ പ്രദേശമാണിത്. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാറുള്ളതായി പ്രദേശവാസികളും പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകെ തളർന്നു ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് രാത്രി പോലും കിടന്നുറങ്ങാൻ പേടി ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പാറമട ഞങ്ങൾക്ക് ഇവിടെ വേണ്ടേ വേണ്ട. ഞങ്ങൾക്കൊരു പുനരധിവാസമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇനിയൊരു വയനാടൻ ദുരന്തം ഞങ്ങൾക്ക് പാടില്ല. അതുകൊണ്ട് ഇതിവിടെ വരാൻ പാടില്ല. ഞങ്ങൾക്കതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം. അത് ഞങ്ങളുടെ വിനീതമായ ഒരു അപേക്ഷയാണ്. ഇക്കാണുന്ന മലയടിവാരത്തിന് താഴെ ലക്ഷം വീടും അതിനടുത്തായി ഒട്ടനേകം ജനവാസ മേഖലയും ഒപ്പം ഒരു സ്കൂള്, ഒരു ആശുപത്രി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്വാറി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചാൽ അവരുടെ എല്ലാം ജീവനും സ്വത്തിനും വലിയ ഭീഷണിയാകും എന്നാണ് നാട്ടുകാർ, പ്രദേശവാസികൾ ആരോപിക്കുന്നത്. 40 കുടുംബങ്ങൾ അധിവസിക്കുന്ന ലക്ഷം വീട് ഉൾപ്പെടെ 100 കണക്കിന് വീടുകളും പാലിശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹൈസ്കൂൾ, പള്ളി, അമ്പലം, സഹകരണ ബാങ്ക് എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങളും ഈ മലയടിവാരത്തുണ്ട്. കിഴക്കാൻ തൂക്കായിരിക്കുന്ന സാധനമാണ്. ഇതിനോട് ഒരു ചെറിയ അനക്കം തട്ടിയ ഈ ഭീമാകാരമായ ഉരുളങ്കല്ലുകൾ ഈ ആശുപത്രിയും ലക്ഷ്മീട് കോളനിയും 800-ൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും തകർക്കും. അതുകൊണ്ട് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയവും ഇല്ല. ഇത് ഒരു കാരണവശാലും വരാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് 1 മണിക്കൂർ ഇത് ബന്ധപ്പെട്ട കളക്ടറും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഇത് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഒരു മഹാദുരന്തം ഒഴിവാക്കാൻ കഴിയും. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ലൈസൻസ് അനുവദിച്ചപ്പോൾ പ്രതിപക്ഷമായ LDF ആകട്ടെ നിശബ്ദത പാലിക്കുകയും ചെയ്തു. ക്വാറികൾക്ക് അനുമതി നൽകുന്നതിൽ ഹൈക്കോടതിയടക്കം കർശന വ്യവസ്ഥ വയ്ക്കുമ്പോഴാണിത്. ഇക്കാണുന്ന മലയടിവാരത്തിൽ ഏതാണ്ട് 800-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അടക്കമുണ്ട്. ഒട്ടനവധി ആളുകൾ താമസിക്കുന്ന വീടുകൾ വേറെ. ഈ മല ഇടിച്ചു നിരത്തും മുൻപ് ഇവയൊക്കെ മനസ്സിരുത്തിയൊന്നോർത്താൽ നല്ലത്. ക്യാമറമാൻ നിഖിലിനൊപ്പം S. ശ്രീകാന്ത്, 24 കൊച്ചി.